ചിരിക്കാത്ത ദിവ്യ ചേച്ചിയോട് ചിരിക്കണതാണല്ലോ. എന്തിട് എന്നോടാ ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കട്ട് ചെയ്തോണ്ട് തിരിഞ്ഞു നോക്കിക്കോ. ഇപ്പൊ ചെറുപ്പത്തില് ഞങ്ങളെ കളിപ്പിക്കുമ്പോ ഒരു പാട്ട് പാടിയുന്നില്ലേ? ഏതെന്ന് ഇപ്പ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര അടി നടക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നു. പക്ഷേ കാര്യമായിട്ട് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും തന്നെ അത് പറഞ്ഞ് തീർക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ വല്ലാതെ കൂടുതലായി ഇതിൽ ഇടപെടാൻ പോയില്ല. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, അവിടെ തല്ലുപിടിക്കട്ടെ, നോ പ്രോബ്ലം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മതിലുപണിക്കുള്ള ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറക്കി മെറ്റൽ അത് തട്ടിയിട്ടുണ്ട്. ബട്ട് വണ്ടി കയറുന്നില്ല. കുറേ നേരമായിട്ട് ഇതിങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അയാൾ ആ വണ്ടി കൊണ്ട് ആകേണ്ട അടങ്ങാറായിട്ടുണ്ടായിരുന്നു. അത് ഇറക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതാണ് ഇറക്കേണ്ട, അതിന് കയറൂല എന്ന്. പിന്നെ ഒരു മെറ്റൽ അവിടെ തന്നെ തട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് വണ്ടി ഇറക്കിയതാണ് കേട്ടോ. ഇപ്പം ഇതേ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഉപ്പാക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്, വണ്ടി കയറാത്ത ഒരു അവസ്ഥയപ്പോൾ. എന്തായാലും വേറൊരു വണ്ടി വന്നിട്ടാണ് കേട്ടോ പിന്നെ ഈ വണ്ടി മേലേക്ക് എത്തിച്ചത്. പിന്നെന്താ പറയുക, അത് കഴിഞ്ഞിട്ട് പണിക്കാരൊക്കെ വന്ന് ഓരുടെ സാമഗ്രികളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മണൽ വരുവേ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഫുള്ള് പണിയാണ്, ഫുള്ള് പൊടിയാവും, ഫുള്ള് സൗണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ ആളുടെ ഉറക്കവും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. പിന്നെ എനിക്കത് വിഷയമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ പിന്നെ ഉറക്കമൊന്നും ഡിസ്റ്റർബ് ആവില്ല കേട്ടോ, പൊടിയും പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ഉപ്പാടെയും ഉമ്മാടെയും വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പിന്നെ അനിയത്തി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം, ജസ്റ്റ് ചെറുതായിട്ടൊരു ചെറിയൊരു സംഭവം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അവിടെ പോകണം, പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ നമ്മൾ വേഗം പണികളൊക്കെ തീർത്തു. അപ്പോൾ അർഷാക്ക് കുറച്ച് നേരം കുട്ടീനെ എടുത്ത് സഹായിച്ചു. ആൾ വീട്ടിലുള്ള ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇല്ലാത്ത സമയത്ത് നമ്മുടെ സ്കൂളിൽ പോകാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരും മടിയിൽ ഇരുത്തി കൊടുക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ സയാനിസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സയാന ആദ്യം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഒക്കെ ഇട്ടാണ്. പിന്നെ അവൻ ഇപ്പപ്പാൻ്റെ വെഡ്ഡിങ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കരച്ചിലോർത്തി ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ പൊട്ടാജ് പോകേണ്ട പപ്പാൻ്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കനെ ഇവിടെ പിടിച്ച് നിർത്തിക്കാൻ കേട്ടോ. കടയിൽ പോയി മുട്ടായി വാങ്ങിയെന്ന ബാക്കി പൈസ തപ്പാണ്. എന്താ ഇവിടെ വെച്ചെന്നൊരു ഐഡിയ ഇല്ല എനിക്ക്. പിന്നെ അത് എവിടെ നിന്നും കിട്ടി തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. 2 രൂപ എങ്ങാണ്ടാണ്. അങ്ങനെ ഞാനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടനെ കുളിപ്പിച്ചു, സെറ്റാക്കി, ഏകദേശം മൂടൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അർഷാക്ക് പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവിടാൻ പോണത് നോഷക്കാക്കയാണ്, അതായത് മൂത്തച്ഛൻ. അപ്പം കാക്കാക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കാക്കപ്പം വരാമെന്ന് പറഞ്ഞാൽ പിന്നെ വരാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് എപ്പോൾ വരുന്നുള്ളത്. കാക്കാൻ്റെ പണി എന്താ വെച്ചാൽ കാക്കാൻ്റെ കുറച്ച് വളർത്ത് പക്ഷികളുണ്ട് കേട്ടോ, പ്രാവുകൾ. പ്രാവിൻ്റെ കൂട്ടിലാണ് വെള്ളം കൊടുക്കുക, തീറ്റ കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പാട്ടൊക്കെ വെച്ചിട്ട് ബോക്സിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടാവും, ഓണാക്കിയിട്ട്. എന്നിട്ട് ആണ്ട പ്രാവിനൊക്കെ ശുശ്രൂഷിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കുളിച്ച് അതേ വണ്ടി എടുത്തതാ വരുന്നത് കേട്ടോ. മൂത്തച്ഛനെ കാണിച്ചിട്ട് കുറേ ആയി. ഇതാണ് നമ്മുടെ മൂത്തച്ഛൻ. അങ്ങനെ അതേ ഞങ്ങൾ പോവുകയാണെങ്കിൽ ചെക്ക തൊപ്പിയൊക്കെ ഇട്ടിട്ട് തൊപ്പി റോട്ടിൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതോ കുട്ടികൾ അതുവഴി പോകുന്നവർ വണ്ടി നിർത്തിയെടുത്തതെന്നാണ്. തൊപ്പിയിട്ടിട്ട് വരണ്ടാന്നൊരു 100 വട്ടം പറഞ്ഞാണ്. പിന്നെ തൊപ്പിയിട്ടിട്ട് വരും, പിന്നെ ആ തൊപ്പി ഇവിടെ ഇട്ടിട്ട് പോകും. അതൊക്കെയാണ് അവരുടെ സ്വഭാവം കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ട കേട്ടോ. വിത്ത് മൈ അനിയത്തി, സോറി ഇൻക്ലൂഡിങ് മൈ അനിയത്തി. ഓൾക്ക് എന്നെ വേണ്ട, ഓളും കുട്ടീനെ മാത്രം മതി. ഓൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉമ്മമ്മയൊക്കെ കുട്ടീൻ്റെ അടുത്തേക്കാണ് ആദ്യം വന്നത്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ വന്നതിന് നമ്മളെ മക്കളെ മാത്രം മതി എല്ലാവർക്കും. ഇത് നമ്മുടെ മേലത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. പേര് ദിവ്യ പ്രതീഷ് എന്നാണ്. പ്രതീഷ് അച്ഛനല്ല, ഭർത്താവാണ്. ഇത് നമ്മളെ പ്ലാസ്റ്റിക് വാങ്ങാൻ വന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ. ഇപ്പൊ ചെറുപ്പത്തിൽ ഞങ്ങളെ കളിപ്പിക്കുമ്പോ ഒരു പാട്ട് പാടിയുന്നില്ലേ? ഏതെന്ന് ഇപ്പ അതല്ല, വേറൊരു പാട്ടില്ലേ, എന്തോ പിണക്കമെന്റെ പറഞ്ഞൊരു പാട്ടില്ലേ ഇപ്പ? എന്താ കുലിങ്ങനെ വിചാരിക്കുന്നത്?
അപ്പൊ ഞാൻ കട്ട് ചെയ്തോണ്ട് തിരിഞ്ഞു നോക്കിക്കോ. അർഷാക്ക് ഉദയം 1 മണിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. റിഷാദും വന്നിട്ടുണ്ട്. ഷാക്കർ ഇവിടെ അല്ല, തൃശ്ശൂരാണ്. ഷെബി പിന്നെ നമ്മൾ പോയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിലാണ്. അപ്പോൾ ഞാൻ ഷെബിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓന് നമ്മുടെ വീട്ടിൽ ചെറുതായതുകൊണ്ട് ഓന് നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓന് ഈ വ്ളോഗ് കാണുന്നുണ്ടാവും. അപ്പോൾ ഷെബിറലി ഒരു കമൻറ്റ് ഇടുന്നു വിചാരിക്കുന്നു. ഇവിടെ എത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ടോളിൻ്റെ പിന്നാലെയാണ്, ക്യാമറയുടെ പിന്നാലെയാണ്. അവളെ വീഡിയോ എടുത്തോളം ഇങ്ങനെ എത്തി നോക്കും. ഇലിയമോളും ഇസും കൂടെ മാങ്ങ വെട്ടി ഉപ്പ് മുളകിട്ട് തിന്നാനുള്ള പരിപാടിയാണ്. ഞാൻ ആട്ടി വിട്ടിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്നിലേക്ക് വറുത്തിടുന്ന ഒരു സീനാണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ വരുമ്പോഴേക്കും ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വരുമ്പോഴേക്കും ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാഹി രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ലേറ്റായി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഉഷക്കാക്ക പ്രാവം കൂട്ടുന്ന ഇറങ്ങാൻ വേണ്ടി കാത്തുനിന്നാണ് നേരം വഴുകി. ഉമ്മതേ നമ്മുടെ ബിരിയാണി റൈസ് മസാല രണ്ടും സെപ്പറേറ്റ് ആണ്. ഇനി അത് മിക്സ് ചെയ്യാൻ കേട്ടോ ചെയ്യാറ്. ദമ്മിടൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. സാധാരണ അമ്മ ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്. ഇത് ജീരകശാലയാണ് കേട്ടോ. അപ്പോൾ റൈസ് മാറുമ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് മാറും. സോ ഇന്നത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് വേറെ രീതിയിലായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ ബിരിയാണി സ്പെഷ്യലാണ്. അർഷാക്കിന് ഭയങ്കര ഇഷ്ടമാണ്. അർഷാക്ക് കുറേ ദിവസമായിട്ടോ ഉമ്മ എന്താ ബിരിയാണി ഉണ്ടാക്കാത്തതും ചോദിക്കണം. അതേ ചോദ്യങ്ങൾ ഞങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് നമ്മുടെ ബിരിയാണി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി. പിന്നെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അരിപ്പായസം. ഉമ്മ മെയിനായിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റംസിലുള്ള 2 സാധനമാണ് ഈ ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ അരിപ്പായസം കേട്ടോ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യുന്നത് ഉപ്പാക്ക് ഇഷ്ടമല്ല. ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ തലയിലിടും. അപ്പോൾ ഉമ്മ തന്നെയാണ് എല്ലാം കൂടെ ചെയ്യാറ്. നമ്മളിങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. സ്റ്റിച്ചിങ് ഇല്ല കേട്ടോ, കട്ടിങ് ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ബിരിയാണി ഏകദേശം നല്ല ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് സലാഡ് വിത്ത് സുർക്ക, പിന്നെ കുറച്ച് സലാഡ് വിത്ത് തൈര്. ഇത് ഉപ്പാക്കുള്ളതാണ്. സുർക്ക ഞങ്ങൾക്കുള്ളതുമാണ്. പിന്നെ മാങ്ങച്ചാറ് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. പക്ഷെ നല്ല കളറും നല്ല രുചിയും നല്ല ഗുണവും ഉണ്ടാവില്ല, കാരണം എല്ലാം മായമല്ലേ. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. യൂസ് തലക്കൊക്കെ കൈ കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിഷാദ് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഓനെ യാത്ര അയച്ചു. അത് കഴിഞ്ഞിട്ട് ഷാഹി ഇറങ്ങി. ഓൾ വൈകുന്നേരമാണ് പോയത്. ഓൾ ബസ്സിലാണ് പോണത്. അപ്പം ഓളും ലിയമോളും കൂടെ പോയി. ബസ്സിലല്ല ഗെയ്സ്, ഓള് നമ്മുടെ ഷെമീറാക്കാൻ്റെ കൂടെയാണ് പോയത്. ഓള് ഇങ്ങോട്ട് വന്നത് ബസ്സിലാണ്. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത്. തൊണ്ടയിൽ കിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞാപ്പീനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മേലത്തെ വീട്ടിലെ പ്രതീക്ഷേട്ടൻ ദിവ്യച്ചേച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷേട്ടനെ കണ്ട മെയിൻ്റെ പോലും കുട്ടിക്കില്ല. അങ്ങനെ കാണാത്തോണ്ടാ തോന്നുന്നുണ്ട്. അന്ന് വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ മനസ്സിലാവണുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല. എന്നോടൊക്കെ നല്ല ചിരിയാണ്. അർഷകൻ്റെ സൗണ്ട് കേട്ടവനിങ്ങനെ ഒരു ആകാംക്ഷഭരിതമായിട്ടൊക്കെ നോക്കും. പിന്നെ പ്രതീക്ഷേട്ടനെ വല്ലാതെ കാണാനല്ല. കാരണം പ്രതീക്ഷേട്ടൻ രാവിലെ പണിക്കവും വൈകുന്നേരം വരുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വിരുന്ന് വരുമ്പോഴല്ലേ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ കാണുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുട്ടിക്ക്. എന്താ ചിരിക്കാത്ത? ദിവ്യ ചേച്ചിയോട് ചിരിക്കണതാണല്ലോ. എന്നോടാ ചിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ചീരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ റിട്ടേൺ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി 8 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉറക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ചെറിയ ആൾ മാത്രം ഉറങ്ങുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കളിക്കുകയാണ്. പിന്നെ സയാൻ അവിടെ നിന്ന് ഒരു തൂവലെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു പേനയാക്കി മാറ്റി. ചെക്കന് ഭയങ്കര ക്രിയേറ്റിവിറ്റി മൈൻഡ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്തൊക്കെ എഴുതാണ്ട് തരുന്നിട്ടും വെറുതെ തൂവലും വെച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പുലി വയ്ക്കാൻ കേട്ടോ സംഭവം. പേനയൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ നാണം വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇസുൻ്റെ ഒന്ന് കിട്ടും ചെയ്തു. അങ്ങനെ കുട്ടികൾ അവിടുന്ന് കുട്ടികളെല്ലാം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നത്. ബിരിയാണിയൊക്കെ കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചത്. നമ്മൾ പിന്നെ ബിരിയാണി കഴിയോളം ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഞാനവിടെ നിൽക്കുകയാണെങ്കിൽ നേരെ വെളുത്തമ്മ ബിരിയാണി ചൂടാക്കി തരും. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ തരുന്നത് ഞങ്ങൾ തിന്നും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തരുന്നത്. അപ്പോൾ ഒരു പപ്പായ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വിശക്കുമ്പോൾ വിശക്കണില്ലെങ്കിൽ ഒരു കണ്ടെടുത്ത് തിന്നോളും. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഇത് കേടൊന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പകുതി എടുക്കാമെന്ന്. പച്ചയായിരുന്നു, ഞാൻ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി ഗൈസ്. ഞാൻ ഇതിങ്ങനെ എന്താ പ്രതീക്ഷിച്ചാലും ഇങ്ങനെ ചുവന്നിട്ടല്ല നല്ല പഴുത്ത് നല്ല മധുരമുള്ളൊരു പപ്പായ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഇത് ഒരുമാതിരി എന്തോ പോലെ ഇപ്പോൾ മധുരമില്ല, വല്ലാതെ മധുരമില്ല, പകുതിയാണെങ്കിൽ കേടുവരികയും ചെയ്തു. പിന്നെ വെറുതെ കളയണ്ടല്ലോ. നല്ല സാധനമാണ് കേട്ടോ ഈ പപ്പായ. നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഹെൽത്തിനും അതേപോലെ തന്നെ സ്കിന്നിനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പണ്ട് പപ്പായ ഫേഷ്യലൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും സമയമില്ല. പിന്നെ ഈ പപ്പായ കട്ട് ചെയ്യാൻ ഭയങ്കര രസമാട്ടോ. അതിങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ഊർന്ന് പോവും. അപ്പോൾ എനിക്കതിങ്ങനെ വെറുതെ നിന്നിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു എന്തൊക്കെ അല്ലേ ഇപ്പം ഇതിനില്ലേ. അങ്ങനെ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി കുട്ടികൾ കഴിച്ചു, ബാക്കി എനിക്കുള്ളതാണ്.
വലിയ മധുരം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മക്കൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും വെറുതെ കളയണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ മിക്സിൻ്റെ സംഭവമൊക്കെ ക്ലീൻ ചെയ്തു, ജാറുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ ഞാൻ മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടപ്പുകളും അതിൻ്റെ വാഷർ പറ്റേക്കും കേട്ടോ. നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വാഷറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറുപ്പ് കളറും ഒരു വൃത്തികെട്ട ഒരു ലുക്കൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ വിചാരിച്ചത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ അടപ്പൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് ജസ്റ്റ് സോപ്പൊക്കെ ഇട്ട് കഴുകി ബ്രഷ് വെച്ച് കഴുകി കഴിഞ്ഞാൽ ക്ലീൻ ആവും. പക്ഷേ ഈ വാഷർ നമ്മൾ എത്ര സോപ്പ് ഇട്ട് കഴുകിയാലും എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ കുറേ ക്ലീനിങ് മെത്തേഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പാത്രം വലിയ ലുക്കില്ലാത്ത പാത്രം എടുക്കണം നല്ലത്, കാരണം നമ്മളിതിൽ ക്ലോറക്സ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ക്ലോറക്സ് കേട്ടോ. ഇത് നമ്മൾ തുണി കഴുകാൻ, ടൈല്, ബാത്റൂം അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. കുറേ യൂസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ക്ലോറക്സ് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ക്ലോറക്സ് വെച്ച് പണിയെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, കയ്യിലൊന്നും ആവാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ. ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ചിലപ്പോൾ പെട്ടെന്ന് കുട്ടിയാൽ ഇവിടുന്ന് ഓടിപ്പോയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ കൈയൊന്നും കഴുകിയാലും പെട്ടെന്ന് ക്ലീൻ ആവില്ല, അതിൻ്റെ സ്മെല്ലൊന്നും പോകില്ല. കുട്ടിക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ആയാലോ എന്ന് കരുതിയിട്ട് ഞാൻ മാക്സിമം കയ്യിലൊന്നും ആക്കാതെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ക്ലോറക്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഷർ ഇതിലോട്ട് ഇട്ട്, ഇത് താഴെ അത്രയും വെള്ളമാണ് കേട്ടോ, ഇത് ഇട്ടിട്ട് അടച്ചു വെക്കുക. നേരം വെളുത്തിട്ട് നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് സോപ്പ് വെച്ച് കഴുകി കളഞ്ഞാൽ പോവും എന്നാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നാളെ ഞാനിത് കഴുകി നോക്കട്ടെ കേട്ടോ, എന്താണെന്ന് പറയുന്നത് നാളത്തെ വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാവരും ഉറക്കാനുള്ള എന്താ പറയുക ശ്രമമാണ്. പക്ഷെ ആർക്കും ഉറക്കമൊന്നും വന്നിട്ടില്ല. അർഷാക്കൊരു ട്രെയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കിനും ഒരു 10 മണിയാവും കേട്ടോ. ഇപ്പം 10:45 ഇനിയിപ്പം കുട്ടിയുടെ കണ്ണിൽ ഒരു തിരി ഉറക്കം പോലും ഇല്ല, എപ്പോഴും ഉറങ്ങാമെന്നറിയില്ല. ഇനി കുറച്ച് നേരം എൻ്റെ കൂടെ കളിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വേറൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ അതിലെല്ലാവർക്കും ടാറ്റാ.